വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൂരാട് ഭാഗത്തിൻ്റെ അടുത്താണുള്ളത്. അപ്പം നമ്മൾ ഇരിങ്ങൽ ആ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മൂരാട് പാലത്തിൻ്റെ അടുത്ത് നമ്മുടെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റോഡ് നിലവിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ക്രാഷ് ബാരിയറാണ് നിലവിൽ നടക്കാനുള്ളത്. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും നടന്നിട്ടുണ്ട്. നിലവിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിൽ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ മണ്ണടിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലായിട്ട് റോഡ് നിലവിൽ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഈ രീതിയിലാണ്. റൈറ്റ് സൈഡിൽ വലിയ കോൺക്രീറ്റ് വാൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ വാഹനങ്ങൾ മറുഭാഗത്തുകൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം കുറച്ച് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂരാട് പാലത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. നമ്മളോട് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ മൂരാട് പാലത്തിൻ്റെ ഈ സൈഡിൽ എന്തിനാണ് ടാർ ചെയ്തത്, ലെവൽ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയ നമ്മൾ 6 പാതയുടെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദേശീയപാതയിലെ റൂട്ട് ഇതിലെ വഴി ഡൈവേർഷൻ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങളിലെ മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പാലത്തിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട്. മണ്ണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. പിന്നെ അതേപോലെ നമ്മുടെ പില്ലറിൻ്റെ വർക്ക് നിലവിൽ നടക്കുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം. അങ്ങനെ മൂരാട് പാലത്തിലെ ഏറ്റവും ലാസ്റ്റിലത്തെ പില്ലറിൻ്റെ വർക്കും നിലവിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പില്ലറിൻ്റെ മുകളിൽ ഇനി നമ്മുടെ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ക്രെയിനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു 2 ദിവസം കൊണ്ട് തന്നെ ബാക്കിയുള്ള ഗേഡർ കൂടി ഈ 2 പില്ലറിൻ്റെ മുകളിലായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രെയിനൊക്കെ ഇത്രയും കാലം വെറുതെ കിടന്നിരുന്ന ട്രെയിനൊക്കെ അതിൻ്റെ ക്രെയിനിൻ്റെ നമ്മളെ ലോഞ്ചർ മെഷീനൊക്കെ അതിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 10-70 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ പണിത മൂരാട് പാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാലം വിസ്മൃതിയിലേക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി പോവാണ്. ഇപ്പം നിലവിൽ പാലം കഴിഞ്ഞിട്ടുള്ള നമ്മളെ ബ്രദേഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇഷ്ടം പോലെ ടോറസുകൾ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ടോറസ് മഴ. നമ്മളെ ബ്രദേഴ്സ് സ്റ്റോപ്പിൻ്റെ ആ ഒരു പ്രദേശങ്ങളിൽ നിന്ന് എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ടോറസുകൾ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടോറസുകൾ, വാഗാടിൻ്റെ ടോറസുകൾ നിരത്തിയിട്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ E5 എന്ന് പറയുന്ന കമ്പനിയാണ് നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിലും വാഗാടാണ് ഇവിടുന്ന് മണ്ണുകളൊക്കെ നീക്കം ചെയ്യുന്നത്. നമ്മുടെ നന്ദി ആ ഒരു പ്രദേശങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതേപോലെ മൂരാട് പാലം കഴിഞ്ഞ പ്രദേശത്ത് തന്നെ നമ്മളെ പാലത്തിനോട് ചേർന്നുള്ള പ്രദേശത്തൊക്കെ മണ്ണ് അടിച്ച് ഉയർത്തേണ്ടതുണ്ട്. ആ ഭാഗങ്ങളിൽ നിലവിൽ മണ്ണിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ചായയുടെ ടൈമാണെന്ന് തോന്നുന്നു, ബ്രേക്കിംഗ് ടൈമാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് വണ്ടിയൊക്കെ കംപ്ലീറ്റ് നിർത്തിയിട്ടിരിക്കുകയാണ്. വർക്കൊന്നും നടക്കുന്നില്ല. നേരത്തെയൊക്കെ എക്സ്കവേഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ എക്സ്കവേഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട്. കൂറ്റൻ എക്സ്കവേറ്ററുകളൊക്കെ വാഗാടിൻ്റെ കൂറ്റൻ എക്സ്കവേറ്ററുകളൊക്കെ
ഇവിടെ കാണാൻ സാധിക്കും. അപ്പം വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും നല്ല താഴ്ചയിൽ എക്സ്കവേഷന് ഈ ഒരു പ്രദേശത്ത് നടന്നിട്ടുണ്ട്. നമ്മുടെ ബ്രദേഴ്സ് സ്റ്റോപ്പാണിത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങളായിരിക്കും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവുക. ഇത്രയും എക്സ്കവേഷൻ നടന്നിട്ടുണ്ട്. നമ്മുടെ ബ്രദേഴ്സ് സ്റ്റോപ്പ് പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണത്. ഇവിടെയും അതേപോലെ പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിലവിൽ എക്സ്കവേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്കവേറ്ററൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേ ഈ ഒരു ഹൈവേയോട് ചേർന്നിട്ട് കടന്നു പോകുന്നുണ്ട്. ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ അത്ര ഹൈറ്റിലേക്കാണ്, ആ റെയിൽവേ പാളത്തിൻ്റെ അത്രയും താഴ്ചയിലേക്കാണ് നിലവിൽ ഈ ഒരു ഹൈറ്റൊക്കെ താഴ്ത്തിക്കൊണ്ട് വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കൂടിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൂരാട് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വർക്ക് നടക്കുന്നത് നമ്മൾ പാലിയാട്ട് നട ആ ഒരു പ്രദേശത്താണ്. ഇവിടെ ഈ കാണുന്ന ഈ ഗേഡറുകളൊക്കെ ഇപ്പോൾ മൂരാട് പാലത്തിൻ്റെ നമ്മളിപ്പോൾ പാലത്തിൻ്റെ പില്ലർ ഏറ്റവും ലാസ്റ്റിൻ്റെ പില്ലർ വർക്ക് പൂർത്തിയായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗേഡറുകളാണ്. നമ്മൾ നേരത്തെ പിന്നെ ബ്രദേഴ്സ് സ്റ്റോപ്പിൽ എക്സ്കവേഷൻ ചെയ്യുന്ന ആ ഒരു പ്രദേശത്തായിരുന്നു ഈ ഗേഡറുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗേഡറുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയതാണ്. ഇതൊക്കെ ഇനി 2 ദിവസം കൊണ്ട് എന്തായാലും ഗേഡറുകളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ ലോഞ്ചർ മെഷീൻ്റെ വർക്കുകളാണ് നിലവിൽ മൂരാട് ഭാഗത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് റോഡിൻ്റെ പ്രധാനപ്പെട്ട വർക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന E5-ൻ്റെ വർക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു പാലിയാട്ട് നടയും അതോടൊപ്പം തന്നെ അരവിന്ദ ഘോഷിൻ്റെ ഇടയിലുള്ളൊരു ചെറിയൊരു പ്രദേശം. ഇവിടെയൊക്കെ കൂട്ടുന്ന മണ്ണുകളായിരുന്നു ഒരുപാട്. മണ്ണുകളൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ നീക്കം ചെയ്ത് റോഡ് കോൺക്രീറ്റ് ചെയ്താണെന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ചുവന്ന മയം കാണാൻ സാധിക്കും. ഈ ചുവന്ന നമ്മൾ ഈ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് നനച്ചത് കൊണ്ടുള്ള ഒരു ചുവപ്പ് കളറാണ്. ഇനി കട്ടിങ് വർക്കാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് കോൺക്രീറ്റ് റോഡിനിടയിൽ ചെറിയൊരു കട്ടിങ് അവർ ഇടുന്നുണ്ട്. അത് ഇതിനകത്ത് വിള്ളലുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ കുറച്ചുകൂടി ഈട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ ആ ഒരു കട്ടിങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് കംപ്ലീറ്റ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് മൂരാട് ആ ഒരു പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട വർക്കുകൾ നടക്കുന്നൊരു പ്രദേശം ജസ്റ്റ് നമ്മളൊന്ന് വീഡിയോയിൽ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പാലിയാട്ട് നട അരവിന്ദ ഘോഷ് ആ ഒരു പ്രദേശത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ 6 വരി പാത കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് വർക്കുകളാണ് ഇനി ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത്.